ഹായ്, ഗുഡ് ഈവനിങ് ഗൈസ്. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും വിശേഷ സുഖമല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സൈന്ദവ ഡിസൈൻസിലാണ്. കാരണം കുറേ നാളിന് ശേഷമാണ് ഞാൻ സൈന്ദവ ഡിസൈൻസ് ഉച്ച മുതൽ ഡ്യൂട്ടിക്ക് വരുന്നത്. ഇന്ന് ബ്രദറില്ല, അതുകൊണ്ട് എനിക്ക് ഉച്ച മുതൽ നൈറ്റ് 8 o'clock വരെ സൈന്ദവ ഡിസൈൻസിലാണ് ഇന്ന് ഡ്യൂട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഒരാളെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത്. അത് വേറെ ആരെയും കുറിച്ചല്ല, നമ്മുടെ രേണുസുധീനെ കുറിച്ചാണ്. കാരണം പുള്ളിക്കാരെ കുറേ വീഡിയോകൾ ഞാൻ കണ്ടു. അതിൽ നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും എല്ലാം ഞാൻ കണ്ട് വായിക്കാറുണ്ട്. ഞാൻ മിക്ക ആൾക്കാരുടെയും കമൻസാണ് ഫസ്റ്റ് നോക്കുന്നത്. അങ്ങനെ രേണുസുധിയുടെ കമൻസ് നോക്കിയപ്പോഴാണ് എനിക്ക് കുറച്ച് വിഷമമായത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവരൊരു വിധവയായ സ്ത്രീയാണ്. അവർക്കൊരു 33 വയസ്സേ ഉള്ളൂ. കാരണം സുധിച്ചേട്ടൻ്റെ 2 മക്കളെയും ഒന്നാണെങ്കിൽ മൂത്ത മോനാണെങ്കിൽ സുധിയുടെ ആദ്യം കല്യാണം കഴിച്ച അതിലുള്ളൊരു കുട്ടിയാണ്. സെക്കൻഡിൽ സുധിച്ചേട്ടനും അവർക്കും ഉണ്ടായ ഒരു കുട്ടിയാണ്. അതായത് ഈ 2 മക്കളെയും നോക്കേണ്ട ഉത്തരവാദിത്വം ആ സ്ത്രീക്കുണ്ട്. പിന്നെ മോനെ ഏതോ ചാനലുകാർ പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിൻ്റെ പൂർണ്ണ വിവരങ്ങളൊന്നും എനിക്കൊന്നും അറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്, അവർ ചെയ്യുന്നത് ഒരിക്കലും ഒരു റോങ്ങായി കാണരുത്. കാരണം സമൂഹത്തിൽ ഒരു വിധവയ സ്ത്രീ ജീവിക്കേണ്ട എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയൊരു സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അവർക്ക് അറിയാവുന്ന ചിലപ്പോൾ അഭിനയമായിരിക്കാം, ഇല്ലെങ്കിൽ അവർക്ക് ഒരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യാനോ ഒന്നും പറ്റി കാണത്തില്ല. അതുകൊണ്ടായിരിക്കും അവർ അഭിനയത്തിലേക്ക് തിരിഞ്ഞത്. സുധിച്ചേട്ടൻ നമ്മൾ മിക്ക കോമഡിയിലും ഒക്കെ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. പുള്ളിയുടെ അഭിനയവും എനിക്ക് നല്ലതായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുള്ളത്. പുള്ളി നല്ലൊരു മനുഷ്യനായെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ സുധിച്ചേട്ടന് കൊടുത്ത അതേ രീതി, എന്താ പറയുക, അതേ സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് രേണുസുധിക്ക് കൊടുക്കണം. കാരണം അവരെ 2 മക്കളെയും പോറ്റി വളർത്തേണ്ട ഒരു സ്ത്രീയാണെന്ന നിലയിൽ നമ്മൾ അവർക്ക് കൊടുത്തേ പറ്റൂ. അല്ലാതെ ഈ നെഗറ്റീവ് കമൻസ് ഇട്ടിട്ട് അവരെ മോശമായി കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് അവർക്ക് ഒരു ചിലവിനോ ഇല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരമോ ഇല്ലെങ്കിൽ കൊടുക്കാൻ വസ്ത്രമോ ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അവരെക്കുറിച്ച് ഇങ്ങനെ മോശമായ വാക്കുകൾ എഴുതുന്നത്? അവർ ജീവിച്ചോട്ടെ, അവർ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ളതാണ്. അവർക്കറിയാവുന്ന ജോലി ചെയ്തു അവർ ജീവിക്കുന്നു. ഒരു ആൽബത്തിൽ അല്ലെങ്കിൽ ഒരാൾ തമ്മിൽ തൊട്ട് അഭിനയിച്ചെന്നും പറഞ്ഞുകൊണ്ട് അത് ഒരിക്കലും ഒരു വൃത്തികെട്ട രീതി ആവുന്നില്ല. ഏതൊരു ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തും കൂടി പോയാൽ ഒരു മാക്സിമം 10 പേരെങ്കിലും കാണും. ആണായാലും പെണ്ണായാലും 10 പേരെങ്കിലും കാണാം. 10 പേരുടെ ഇടയിൽ നിന്നാണ് ആരായാലും ആ ഒരു സ്ത്രീ അഭിനയിച്ചിട്ടുള്ളത്. അല്ലാതെ ഒറ്റയ്ക്കൊരു റൂമിൽ പോയാൽ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു സ്ഥലത്തു നിന്നല്ല. നമ്മൾ സിനിമ ആയാലും കുറേ ആൾക്കാർ കാണും. അതുപോലെ സീരിയലായാലും അതുപോലെ അത്യാവശ്യം 10-50 പേര് കാണും. അതുപോലെ ഒരു ആൽബം ആയാലും 10-15 പേര് കാണും. അതുപോലെ ഒരു ഷോർട്ട് മൂവി ആയാലും 10-15 പേര് അവിടെ കാണും. കാരണം എനിക്ക് അനുഭവമുള്ള കേസാണ് ഞാൻ പറയുന്നത്. നമ്മളല്ലാതെ ഓരോ സീനും അതിലെടുത്ത് വെച്ചിട്ട് മോശം രീതിയിൽ കമൻ്റ് ഇട്ട് അവർ മോശമായ രീതിയിൽ പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. പിന്നെ അവർ ബിഗ് ബോസിൽ പോകാനുള്ള തയ്യാറെടുപ്പാണെന്ന് പറയുന്നു. ബിഗ് ബോസിൽ പോയാൽ അവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം അതിൽ കുറേ പൈസകൾ അവർക്ക് കിട്ടും. അവർ മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്കത് ചിലവാക്കാൻ പറ്റും. ഇപ്പം തന്നെ കുട്ടികൾക്ക് സ്കൂള് തുറക്കാറായി. അതിൻ്റെ ചിലവുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നവരല്ലേ. നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റും. അവരൊരു ആൽബത്തെ അഭിനയിച്ചെന്ന് വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു ഷോർട്ട് മൂവി അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് അവരൊരിക്കലും ചീത്തയായിട്ട് സ്ത്രീയായിട്ടോ അങ്ങനെയൊന്നും ആരും കാണരുത്. അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെ വയറ്റിപ്പാടിന് വേണ്ടിയിട്ടാണ് അവർ അഭിനയിക്കുന്നത്. അത് മാത്രം കാണുക, അങ്ങനെ മാത്രം കാണുക. ഈ ലോകം എന്ന് പറയുന്നത് പരന്ന് കിടക്കുകയാണ്. അന്നേരം ജീവിക്കണം, എനിക്കും ജീവിക്കണം, അവർക്കും ജീവിക്കണം. നമ്മൾ ഓരോ വ്യക്തികൾക്കും നമുക്ക് എല്ലാവർക്കും ഇവിടെ ജീവിച്ചേ പറ്റൂ. അന്നേരം അവരെ വഴിക്ക് വിടുക. അന്നേരം ഞാൻ കണ്ടു പല ലേഡീസും പല രീതിയിൽ നെഗറ്റീവ് കമൻറ്റ്സ് അയച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കമൻ്റ് അടിച്ചിരിക്കുന്ന ചേച്ചിമാരോട് അല്ലെങ്കിൽ അനിയത്തിമാരോട് ഞാൻ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ രേണുസുധിക്ക് 1 മാസത്തെ ചിലവിന് കൊടുത്തിട്ട് നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുക. ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ട് എല്ലാവരും ഓരോ മാസം വെച്ചിട്ട് അവരുടെ കുടുംബം കഴിയാനുള്ള അവർക്ക് ആവശ്യമുള്ള ചിലവിന് പൈസ കൊടുത്തിട്ട് അവരെക്കുറിച്ച് പറയും. അത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അതില്ലാതെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ഇത്രയും മോശമായിട്ട് എഴുതാന്ന് വെച്ചാൽ വളരെ വിഷമമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ സ്ത്രീക്ക് ഇങ്ങനെ അവസ്ഥയുണ്ടായാൽ നമ്മളിങ്ങനെ തന്നെയാണോ പ്രതികരിക്കുക? നമ്മുടെ ആരുടെ കയ്യിൽ നിന്നും അവർ പൈസ ചോദിച്ച് മേടിക്കുന്നില്ലല്ലോ. അവരധ്വാനിച്ച് ഒരു കിട്ടുന്ന ആൽബം ആയാലും കിട്ടുന്ന ഷോർട്ട് മൂവി ആയാലും അതിൽ അഭിനയിച്ച് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ഭക്ഷണം കഴിക്കണം, അവർക്ക് ഡ്രസ്സ് മേടിക്കണം, എന്തെല്ലാം ചിലവുകളുണ്ട് ഈ ലോകത്ത്. ഏതെല്ലാം രീതിയിൽ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ മരുന്ന് മേടിക്കണം, ഇതെല്ലാത്തിനും പൈസ ചിലവാണ്. നമ്മളെപ്പോലുള്ള ആർക്കും അവർക്ക് കൊടുക്കാനും പറ്റത്തില്ല.
അന്നേരം അവർക്ക് കിട്ടുന്ന ആൽബം ആയാലും സീരിയൽ ആയാലും അതുപോലെ സിനിമ ആയാലും അവർ മുന്നോട്ടേക്ക് ഒരു പോട്ട്, ഇവൻ ബിഗ് ബോസിലായാൽ പോലും. കാരണം അവരൊക്കെ അവിടെ ചെന്ന് നിൽക്കുകയാണെങ്കിൽ അവർ നിന്നോട്ടെ, അതല്ലേ നല്ലത്. അല്ലാതെ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് അവരെ മോശം വർത്തമാനം പറഞ്ഞ് അവരെ മകൻ കേൾക്കുക, ഇല്ലെങ്കിൽ മക്കൾക്കത് കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എന്തൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവർ ജീവിച്ചോട്ടെ. ഇനി ഇതും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇനി തിരിച്ച് ചേച്ചീൻ്റെ പൊങ്കാലയിടാൻ വരരുത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ചേച്ചിയൊക്കെ പാവപ്പിടിച്ച്, ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോയ്ക്കും ആർക്കും ഒരു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാത്തൊരു സ്ത്രീയാണ്. പക്ഷേ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയത് ഞാൻ അതേ സിറ്റുവേഷനിൽ കടന്നു പോയത് കൊണ്ട് മാത്രമാണ്. ഇതുപോലൊരു 19 വയസ്സ് ഞാൻ ഒറ്റപ്പെട്ട സ്ത്രീയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് വന്ന്. ഇന്ന് എനിക്ക് 42 വയസ്സുണ്ട്. പക്ഷെ ഞാൻ ജീവിച്ച് വന്ന ഓരോ സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ എനിക്കറിയാം, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ. അന്നേരം അതുപോലെയല്ല അവരും. 19-33 വയസ്സൊക്കെ തമ്മിൽ ഒത്തിരി ഡിഫറൻറ്റ് ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ഞാൻ അനുഭവിച്ച ജീവിത രീതി എന്താണെന്നും എനിക്കറിയാം. അതുപോലെയാണ് രേണുസുധിയുടെ കാര്യങ്ങളും. അവർ ജീവിച്ചോട്ടെ, സന്തോഷമായിട്ട് ഇരുന്നോട്ടെ. അവർ സിനിമയിലോ സീരിയലോ എന്തെങ്കിലും അങ്ങ് അഭിനയിച്ച് അവരെ പച്ച പിടിച്ചോട്ടെ. അതുകൊണ്ട് നിങ്ങളാരും ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് അവരെ വിഷമപ്പെടുത്താതിരിക്കുക. നമുക്ക് ആർക്കും സഹായിക്കാൻ പറ്റില്ല, ഉപദ്രവിക്കാതിരിക്കാനും പറ്റണം. ഓക്കെ, ബൈ, ടാറ്റ.